ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആൻഡ്രോയിഡ് ഫോണുകളിൽ കളിക്കാൻ പറ്റിയ മികച്ച 5 ഡ്രൈവിംഗ് ഗെയിംസുമായിട്ടാണ്. ഈ ഒരു ലിസ്റ്റിൽ നമ്മളൊരു റാങ്കിങ് വൈസ് ആയിരിക്കും പോകുന്നത്. ഏറ്റവും മികച്ച ഗെയിം ഏറ്റവും അവസാനമായിരിക്കും. സോ 5, 4, 3, 2 1 ആ ഒരു ഓർഡറിലായിരിക്കും പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ലിസ്റ്റിലെ 5ാം സ്ഥാനത്തുള്ള ഗെയിമിൻ്റെ പേരാണ് ദ റോഡ് ഡ്രൈവർ. ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ട്രക്കുകളും അതുപോലെ തന്നെ ബസ്സുകളും അവൈലബിൾ ആണ്. ബാക്കി ഗെയിംസിൽ നിന്ന് ഈ ഗെയിം എന്തുകൊണ്ട് ഡിഫറൻറ്റ് ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ട്രക്കുകളുടെ പുറത്തിറങ്ങാൻ സാധിക്കും. സോ ഒരു ഓപ്പൺ വേൾഡ് ഗെയിം എന്നുള്ള രീതിയിലും ഈ ഒരു ഗെയിം നമുക്ക് കളിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ യൂറോ ട്രക്ക് സിമുലേറ്റർ 2ൻ്റെ ഒരു ഫോൺ പതിപ്പെന്ന് വേണമെങ്കിൽ വിശ്വസിക്കാം. ആവറേജ് ഗ്രാഫിക്സ് ഒക്കെയാണ് ഒരു ഫോണിൽ കിട്ടാവുന്നതിൽ വെച്ച് അത്യാവശ്യം നല്ല ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു യഥാർത്ഥ ട്രക്ക് സിമുലേഷൻ്റെ ബേസ് കാര്യങ്ങൾ, അതായത് കീ ഓൺ ചെയ്യുന്നതും പാർക്കിംഗ് ബ്രേക്കും അതുപോലെ തന്നെ ഗിയറിൻ്റെ കാര്യവും അതെല്ലാം ഒരു പ്രോപ്പറായിട്ടുള്ള വേയിൽ തന്നെ ഈ ഒരു ഗെയിമിലുണ്ട്. നമുക്കൊരു എബോവ് ആവറേജ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് തരുന്നൊരു ഗെയിം തന്നെയാണ്. ട്രക്ക് ഗെയിംസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഫോണിൽ കളിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കളിച്ച് നോക്കാൻ പറ്റിയൊരു ഗെയിം തന്നെയാണ്. ഇതിൽ നമുക്ക് ട്രെയിലർ ആദ്യം പോയി എടുക്കണം. ട്രെയിലർ ചിലപ്പം കാലിയായിരിക്കും. സോ ട്രെയിലറിൽ ആദ്യം പോയി ലോഡ് ഫില്ല് ചെയ്യണം. ട്രെയിലറിൽ ലോഡ് ഫില്ല് ചെയ്ത ശേഷം നമ്മൾ ലോഡ് ഡെലിവറി ചെയ്യണം. പിന്നീട് ഡ്രൈവിംഗ് എക്സ്പീരിയൻസിലേക്ക് വരുമ്പോൾ ഒരു ഫോണിൽ നിന്ന് കിട്ടാവുന്നതിൽ വെച്ച് നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെ ലഭിക്കുന്നുണ്ട്. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അധികം ഫയൽ സൈസ് ഒന്നും വരുന്നില്ല. നമ്മുടെ ലിസ്റ്റിലെ 4ാം സ്ഥാനത്തുള്ള ഗെയിമിന്റെ പേരാണ് ഡ്രൈവിംഗ് സ്കൂൾ സിമുലേറ്റർ. പേര് കേൾക്കുന്നത് പോലെ തന്നെ ഒരു ഡ്രൈവിംഗ് സ്കൂൾ പശ്ചാത്തലത്തിലാണ് ഗെയിം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ട്രാഫിക് റൂൾസും ഒബേ ചെയ്യണം. നിങ്ങൾ ഇടത്തെ സൈഡിലേക്ക് ഒരു റോഡിലേക്ക് കയറുകയാണെങ്കിൽ ഇൻഡിക്കേറ്റർ ഇടാതെ തിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് ലെവൽ XP താഴേക്ക് പോകും. അതുപോലെ തന്നെ നമ്മുടെ റോഡ്സിലുള്ള ലൈൻസ് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ XP പോകും. അതുപോലെ തന്നെ വണ്ടി ആക്സിഡന്റ് ആവുകയാണെങ്കിലോ അല്ലെങ്കിൽ ക്രാഷ് ചെയ്യുകയാണെങ്കിലോ അങ്ങനെ XP പോകും. ഓവർ സ്പീഡ് ആവുകയാണെങ്കിൽ XP പോകും. പിന്നീട് എന്ത് ട്രാഫിക് റൂൾസ് ഒബേ ചെയ്യാതിരിക്കുന്നു അതെല്ലാം XP പോകും. ഒരു യഥാർത്ഥ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഫീൽ ചെയ്യേണ്ടവർക്ക് ഈ ഒരു ഗെയിം ഇഷ്ടപ്പെടും. കാര്യം നമ്മൾ യഥാർത്ഥത്തിൽ ഒരു വണ്ടി ഓടിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ചെയ്ത് വേണം ഈ ഒരു ഗെയിം ഓടിക്കാൻ. അതുകൊണ്ട് തന്നെ ഫംഗ്ഷൻസും ഓപ്ഷൻസും എല്ലാം കുറച്ച് ഡീറ്റെയിൽഡ് ആണ്. ശ്രദ്ധിച്ചിരുന്ന് ഗെയിമൊക്കെ കളിക്കുന്നവർക്ക്, ഡ്രൈവിംഗ് ഗെയിംസ് ഒക്കെ കളിക്കുന്നവർക്ക് ഈ ഒരു ഗെയിം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ ലിസ്റ്റിലെ 3ാം സ്ഥാനത്തുള്ള ഗെയിമാണ് ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ, അല്ലെങ്കിൽ ബസ്സിഡ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ ലിസ്റ്റിലെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഗെയിം ആയിരിക്കും ബസ്സിഡ് എന്ന് പറയുന്നത്. ഒരുപാട് പേര് കളിച്ചിട്ടുള്ള ഗെയിമാണ്. ഈ ഗെയിം ഇത്രയും പോപ്പുലർ ആവാനുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇതൊരു ബസ് സിമുലേറ്റർ ഗെയിമാണ്. രണ്ടാമത്തെ കാര്യം നമുക്ക് ഇഷ്ടമുള്ള മോഡുകൾ ആഡ് ചെയ്ത് ബസ്സുകൾ, ട്രക്കുകളൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ റോഡ്സ് മോഡ് ചെയ്യാൻ സാധിക്കും. അത്തരത്തിൽ മോഡുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഈ ഒരു ഗെയിമിന് ഇത്ര ജനശ്രദ്ധ കിട്ടിയത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു ബസ് സിമുലേറ്റർ ഗെയിമാണ്. നമുക്ക് ഒരു സിറ്റിയിൽ നിന്ന് അടുത്ത സിറ്റിയിലേക്ക് പാസഞ്ചേഴ്സിനെ കൊണ്ട് യാത്ര ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് ആളെ കയറ്റി അങ്ങനെ പോവാം. ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഗെയിം തന്നെയാണ് ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് മോഡുകൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ബസ്സോ ട്രക്കോ അങ്ങനെയുള്ള എന്ത് വാഹനങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മാപ്പുകൾ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ പല വീഡിയോസിലും കാണാറുണ്ട് കേരളത്തിലെ ടൂറിസ്റ്റ് ബസ്സും അതുപോലെ തന്നെ KSRTC ഒക്കെ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യയിൽ ഓടിക്കുന്നത്. സോ അത്തരത്തിൽ മോഡുകൾ യൂസ് ചെയ്ത് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിലേക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിം കൂടിയാണ് ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഈ ലിസ്റ്റിൽ മോഡ്സ് സപ്പോർട്ട് ചെയ്യുന്ന ഏക ഗെയിം കൂടിയാണ് ബസ്സിഡ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നമുക്ക് യൂറോ ട്രക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ കൺസെപ്റ്റ് ഒക്കെ കുറച്ചെങ്കിലും കൊണ്ടുവരുന്ന ഒരു ഗെയിമാണ് ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ. നമ്മുടെ ലിസ്റ്റിൽ 2ാം സ്ഥാനത്തുള്ള ഗെയിമാണ് ടാക്സി സിം 2020 എന്ന് പറയുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ടാക്സി സിമുലേറ്റർ ഗെയിമാണ്. നമുക്ക് ഇഷ്ടമുള്ള സിറ്റിയും അതുപോലെ തന്നെ സമയവും നമുക്ക് ചൂസ് ചെയ്ത് ഗെയിമിലേക്ക് കടക്കാം. പിന്നീട് ഒട്ടനവധി ടാക്സികൾ, സാധാ ടാക്സി മുതൽ ലക്ഷറി ടാക്സികൾ വരെ അവൈലബിൾ ആണ്. നമുക്ക് കിട്ടുന്ന പൈസ അനുസരിച്ച് നമുക്ക് ഓരോ ടാക്സികളിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. ഈ ഗെയിമിന്റെ കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ നമ്മളൊരു സിറ്റിയിലാണ് വണ്ടി ഓടിക്കുന്നത്. ആ സിറ്റിയിൽ നമ്മൾ പാസഞ്ചേഴ്സിന്റെ അടുത്തേക്ക് ചെല്ലുക. നമ്മൾ ചുമ്മാ കടന്ന് കറങ്ങുമ്പോൾ എവിടെയെങ്കിലും പാസഞ്ചറിനെ കാണാൻ സാധിക്കും. ആ പാസഞ്ചറിന്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് പാസഞ്ചർ വന്ന് നമ്മുടെ വണ്ടിയിൽ കയറും. വണ്ടിയിൽ കയറിയ ശേഷം അവർക്ക് എന്തെങ്കിലും പ്രിഫറൻസ് ഉണ്ടെങ്കിൽ അത് പറയും. ഉദാഹരണത്തിന് അവർക്ക് 80 കിലോമീറ്റർ മേളിൽ പോകാൻ താല്പര്യമില്ല. അതുപോലെ തന്നെ മാക്സിമം വണ്ടി തട്ടലും മുട്ടലും ഒക്കെ ഒഴിവാക്കി കൊണ്ടുപോകുക. അതുപോലെ തന്നെ ചിലർക്ക് പ്രിഫറൻസ് ഒന്നും കാണില്ല. ആ പ്രിഫറൻസ് നോക്കി അവർ പറയുന്നത് പോലെ അവരെ കൊണ്ട് അവർക്ക് വേണ്ട സ്ഥലത്ത് കൊണ്ടുവിടുക. നമ്മളിങ്ങനെ ഓരോരുത്തരെ കൊണ്ട് അവരുടെ സ്ഥലങ്ങളിൽ ഡ്രോപ്പ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് പൈസ കിട്ടും. ആ പൈസ യൂസ് ചെയ്ത് നമുക്ക് പുതിയ കാറുകൾ, പുതിയ ടാക്സികൾ വാങ്ങാൻ സാധിക്കും. ഗെയിം വൈസ് നോക്കുമ്പോൾ ഒരു നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ് തരാൻ കഴിയുന്ന ഒരു ഗെയിം തന്നെയാണ്. നമ്മൾ സിറ്റികളിലാണ് ടാക്സി ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ നീളം കൂടിയ വീതി കൂടിയ റോഡുകളൊന്നുമില്ല. സിറ്റിയിൽ തന്നെ വണ്ടി ഓടിക്കുക, ആൾക്കാരെ കണ്ടെത്തുക, പാസഞ്ചേഴ്സിനെ കണ്ടെത്തുക, അവരെ അവരുടെ സ്ഥലങ്ങളിൽ കൊണ്ടാക്കുക, പൈസ മേടിക്കുക. ഇത്രയേ ഉള്ളൂ ഗെയിം. ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ ഗെയിം നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ഒരു ഡ്രൈവിംഗ് സ്കൂൾ സിമുലേറ്ററും ഒരേ കമ്പനി തന്നെയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പല ഫംഗ്ഷനാലിറ്റികളിലും ചെറിയ സിമിലാരിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിലേക്ക് വരുമ്പോൾ രണ്ട് ഗെയിമും സെയിം ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് ലഭിക്കുന്നത്. പിന്നെ ഡ്രൈവിംഗ് സ്കൂൾ സിമുലേറ്റർ എടുത്ത് നോക്കുമ്പോൾ ഫുൾ നിയമങ്ങൾ ഒബേ ചെയ്ത് പോകണം. ഇതിലാവുമ്പോൾ നമ്മൾ ആ ഒരു പാസഞ്ചറിന്റെ പ്രിഫറൻസസ് നോക്കുക.
പിന്നീട് വണ്ടി മാക്സിമം തട്ടാതെയും മുട്ടിക്കാതെയും ആളെ സ്ഥലത്തെത്തിക്കുക, അത്രേ ഉള്ളൂ. ലെഷർ ടൈമുകളിലൊക്കെ ഡ്രൈവിംഗ് ഗെയിംസ് കളിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഗെയിം തന്നെയാണ്. നമ്മുടെ ലിസ്റ്റിലെ 1-ാം സ്ഥാനത്തുള്ളത് ഒരു ഓഫ് റോഡിംഗ് ഗെയിമാണ്. ഞാൻ ഇന്നേ വരെ ആൻഡ്രോയിഡ് ഫോണുകളിൽ കളിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഓഫ് റോഡിംഗ് ഗെയിമാണിത്. ഈ ഗെയിമിന്റെ പേര് പ്രൊജക്ട് ഓഫ് റോഡ് 20 എന്നാണ്. ഫ്രാങ്ക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊബൈൽ ഗെയിംസിൽ ഏറ്റവും നല്ല ഓഫ് റോഡിംഗ് എക്സ്പീരിയൻസ് ആയിരുന്ന ഒരു ഗെയിം തന്നെയാണ് പ്രൊജക്ട് ഓഫ് റോഡ് 20 എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ട മഡ് റണ്ണർ എന്ന് പറയുന്ന ഗെയിമുമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ സാദൃശ്യങ്ങളും തോന്നുന്ന ഏക ആൻഡ്രോയിഡ് ഗെയിമാണ് പ്രൊജക്ട് ഓഫ് റോഡ് 20 എന്ന് പറയുന്നത്. ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് തരാൻ ഈ ഗെയിമിന് സാധിക്കുന്നുണ്ട്. വ്യത്യസ്ത ഓഫ് റോഡ് ട്രക്കുകൾ നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വ്യത്യസ്ത ടെറൈനുകളും വ്യത്യസ്ത ആംബിയൻസ് ഉള്ള സ്ഥലങ്ങളും നമുക്ക് ചൂസ് ചെയ്യാം. ആ ഒരു ടെറൈനിൽ തന്നെ ചെളിയുള്ള സ്ഥലങ്ങളാണ്, പാറയുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ എല്ലാം ഈ ഒരു ട്രക്ക് കൊണ്ട് നമുക്ക് ഓഫ് റോഡ് ചെയ്യാൻ സാധിക്കും. ഇതിൽ പെട്രോൾ പമ്പ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ജീപ്പിന്റെ പുറകിൽ അല്ലെങ്കിൽ ട്രക്കിന്റെ പുറകിൽ ട്രെയിലർ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് സ്റ്റണ്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു പ്രത്യേക ടെറൈൻ ഉണ്ട്. സോ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഓഫ് റോഡിംഗ് ഗെയിം തന്നെയാണ്. പിന്നീട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ട ആ ട്രക്കുകൾക്കുള്ള അതേ വിഞ്ച് ഇവിടെ ഉണ്ട്. സോ വണ്ടി ചെളിയിൽ കുടുങ്ങുക അല്ലെങ്കിൽ വണ്ടി കയറ്റം കയറാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ വണ്ടി കെട്ടി വലിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ട്രക്കുകൾ സ്വിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഒന്നുമില്ല. നമ്മളിപ്പോൾ ഒരു ട്രക്ക് ചൂസ് ചെയ്ത് ഒരു ടെറൈൻ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ആ ട്രക്ക് തന്നെ നമ്മൾ ഓടിച്ചുകൊണ്ട് നടക്കണം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെയിലർ ആഡ് ചെയ്യാൻ സാധിക്കും. സോ കിട്ടാവുന്നതിൽ വെച്ച് നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു, അല്ലെങ്കിൽ നല്ലൊരു ഓഫ് റോഡിംഗ് എക്സ്പീരിയൻസ് തരാൻ സാധിക്കുന്ന ഒരു ഗെയിം തന്നെയാണിത്. സോ ഓഫ് റോഡിംഗ് ഗെയിമുകൾ ഫോണിൽ കളിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പറ്റിയൊരു ഗെയിം തന്നെയാണിത്. നമ്മുടെ മഡ് റണ്ണർ ഗെയിം തരുന്ന എക്സ്പീരിയൻസിന്റെ ഒരു ചെറിയ അംശം ഈ ഒരു ഗെയിമിന് തരാൻ സാധിക്കുന്നുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. കാര്യം ഒരു ആൻഡ്രോയിഡ് ഗെയിമിൽ ഇത്രയും ഫംഗ്ഷനാലിറ്റികളും അതുപോലെ ഇത്രയും ഒറിജിനാലിറ്റി കൊണ്ടുവന്നത് ഒരു നല്ല കാര്യം തന്നെയായിട്ട് എനിക്ക് തോന്നി. സോ ഇത്രയാണ് നമ്മുടെ ഗെയിമുകൾ. ഒട്ടുമിക്ക എല്ലാ കാറ്റഗറിയിലുള്ള ഡ്രൈവിംഗ് ഗെയിംസും ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവേത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇനിയും നമ്മൾ ഇത്തരത്തിലുള്ള ഗെയിം ബേസ്ഡ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ട് എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കുറച്ച് റിസ്ക് എടുത്ത് വേറെ ലെവൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.